ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയും സ്നേഹയും കൂടി വക്കീലിനെ കണ്ടിട്ട് മടങ്ങുന്നതാണ്. അതേസമയം അവിടെ ഒരാള് ഇവർ രണ്ടിനെയും നോക്കി തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അയാള് അർച്ചനയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. അതേസമയം തന്നെയാണ് അങ്ങോട്ടേക്ക് സേതുമാധവൻ ചെല്ലുന്നത്. എന്താ മോളെ, സ്നേഹയും അവന്തികയും കൂടി എങ്ങോട്ടേക്ക് പോയതാണെന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതച്ചാ എവിടേക്കാ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫ് എന്നെ വിളിച്ചു പറഞ്ഞു അവർ രണ്ടുപേരും കൂടി അഡ്വക്കേറ്റ് വെങ്കടേഷിനെ കാണാനായിട്ടാണ് പോയിരിക്കുന്നത്. തുടർന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അർച്ചന സേതുമാധവനോട് പറയുമ്പോൾ സേതു പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം ഒന്നും തന്നെ ഇവിടെ നടക്കാനേ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അർച്ചന കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതാണ്. അതേസമയം സച്ചി തൻ്റെ ഷർട്ടൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന അതൊക്കെ എടുത്തു കൊടുക്കുന്നു. പെട്ടെന്ന് കുഞ്ഞ് കമിഴ്ന്ന് വീഴുകയാണ്. ഇത് കാണുന്ന അർച്ചനയ്ക്കും സച്ചിക്കും സന്തോഷമാകുന്നു. അല്ല അർച്ചനെ, മാലുവും മാളുവും ഒരേ ദിവസം തന്നെയല്ലേ ജനിച്ചത്, എന്നിട്ട് മാലു ഇതുവരെ കമന്ന് വീണില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടാ എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇതൊന്നും ആതിരയുടെയും സന്ദീപിൻ്റെ മുന്നിൽ വെച്ച് പറയരുത്, അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാകും. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എടോ ഞാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം. പിന്നീട് കാണിക്കുന്നത് സച്ചി ഓഫീസിലേക്ക് പോകുമ്പോൾ അർച്ചന കുഞ്ഞിനെ കുളിപ്പിക്കാനായി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ്. സോപ്പ് എടുത്തില്ലെന്ന കാര്യം ഓർമ്മ വരുന്ന അർച്ചന സോപ്പ് എടുക്കാനായി അകത്തേക്ക് പോകുന്നു. അതേസമയമാണ് അവന്തിക പുറത്തേക്ക് വരുന്നത്. കുഞ്ഞൊറ്റയ്ക്ക് പുറത്ത് കിടക്കുന്നത് കാണുമ്പോൾ അവന്തിക കുഞ്ഞിനെ നിലത്ത് നിന്നും എടുത്ത് ടേബിളിൻ്റെ പുറത്തേക്ക് കിടത്തുകയാണ്. കൂടാതെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബക്കറ്റിൽ വെള്ളവും കൊണ്ട് അവന്തിക വെക്കുന്നു. എന്നിട്ട് കുഞ്ഞിനോട് പറയുകയാണ്, നീ കമിഴ്ന്ന് വീഴുമ്പോൾ കൃത്യമായിട്ട് ഈ ബക്കറ്റിൽ തന്നെ വീഴണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന വിഷമത്തോടെ നിൽക്കുമ്പോൾ അനഘ അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എന്നാലും ഏട്ടത്തി, കുഞ്ഞിനെ ഏട്ടത്തി അത്രയ്ക്ക് മാറ്റി കിടത്തിയിട്ട് കുഞ്ഞെങ്ങനെ അവിടെ എത്തിയത്? ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, അത് പിന്നെ അർച്ചനയുടെ അടുത്ത് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചേച്ചി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. തുടർന്ന് അനഘയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവന്തിക പറയുകയാണ്, നീ കുറച്ചു നേരം കുഞ്ഞിനെ നോക്ക്, എന്താണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ വരാം. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന നേരെ അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ ഇത്രയും നാളും ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നന്ദേട്ടൻ്റെ ഭാര്യയല്ലേ എന്ന് കരുതി മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ നേരെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളുമായിട്ട് വന്നാലേ ഞാൻ നിങ്ങളെ വെറുതെ വിടാനേ പോകുന്നില്ല. തുടർന്ന് അവന്തിക പറയുകയാണ്, എന്താണെങ്കിലും ഒരുപാട് നാളൊന്നും ആ കുഞ്ഞിന് ആയുസില്ല, അതിനെന്താണെങ്കിലും ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ അവന്തികയെ തല്ലാനായി കൈയൊങ്ങുമ്പോൾ അർച്ചനയുടെ കൈ തടഞ്ഞു നിർത്തുകയാണ് അവന്തിക. നീ എന്ത് കരുതി എവിടെയോ കിടക്കുന്ന ഒരു ദരിദ്രവാസി കൊച്ചിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കാമെന്നോ? എന്നാലേ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതൊന്നും നടക്കാനേ പോകുന്നില്ല. പെട്ടെന്ന് തന്നെ അർച്ചന അവന്തികയുടെ കഴുത്തിൽ കിടക്കുന്ന ടവലെടുത്ത് അവന്തികയുടെ കഴുത്തിൽ പിടിമുറുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ തന്നെയാ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതെന്ന്. എന്നാ നീ പോയി കേസ് കൊടുക്കാൻ. അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, കേസൊന്നും കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല, ഞാൻ തന്നെ മതി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ കഴുത്തിലെ പിടിമുറുക്കിക്കൊണ്ട് അവന്തികയെ കട്ടിലേക്ക് തള്ളിയിടുകയാണ് അർച്ചന. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ 7 അയലത്ത് വന്നാലേ നിങ്ങളെ ഈ മുറിയിൽ ഞാൻ തന്നെയായിരിക്കും കെട്ടിത്തൂക്കിയിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന മുറിയിൽ നിന്നും പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വക്കീല് നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. വക്കീല് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളെല്ലാം എന്തായെന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ വക്കീല് പറയുകയാണ്, സാർ ഞാൻ അതും കൂടി പറയാൻ വേണ്ടിയാ വന്നത്. സാറിന്റെ മോള് സ്നേഹ ഇതിനെതിരെ സ്റ്റേ കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ സ്വത്ത് കൈമാറ്റം സാധ്യമല്ല. സാറ് മോളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന സേതുമാധവൻ ദേഷ്യത്തോടെ സ്നേഹയെ വിളിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, അങ്ങനെ കണ്ടവർക്കൊന്നും സ്വത്ത് എഴുതി കൊടുക്കാൻ പറ്റില്ല, അത് ആരാണെങ്കിലും അച്ഛനെതിരെ പോകാനും എനിക്കൊരു മടിയുമില്ല. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ സേതുമാധവൻ ദേഷ്യത്തോടെ സ്നേഹയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.